അങ്ങനെ വിനീതാണെങ്കിൽ സ്നേഹതീരത്ത് എത്തിയിട്ട് ആ വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. വിനീതിൻ്റെ നല്ല വിഷമമുണ്ട്, എന്നാലും അതൊന്നും ആരോടും പറയാതെ എന്തൊക്കെയോ ഓർത്ത് അങ്ങനെ നിൽക്കണം. അപ്പോൾ അങ്ങോട്ടേക്ക് വിനീതയെന്ന് വിളിച്ചുകൊണ്ട് രാധമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാധമ്മ വിനീതനോട് ചോദിക്കണം, എടാ ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഇപ്പോൾ വിനീത് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി എന്നോട് എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞിരുന്നോ? അപ്പോൾ രാധമ്മ പറയണം, എടാ അതൊന്നും അല്ലടാ, ഞാൻ ഗംഗയുമായിട്ട് ഒളിച്ചോടുന്ന കാര്യം എന്തായെന്നാണ് ചോദിച്ചത്. അപ്പോൾ വിനീതാണെങ്കിൽ ഒന്നും മിണ്ടാതെ സൈലൻ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാധമ്മ പറയണം, എടാ നിൻ്റെ മുത്തശ്ശനും ഞാനും ആരെയും പേടിക്കാതെ നെഞ്ച് വിരിച്ച് ജീവിക്കാൻ തുടങ്ങിയവരാ. നിനക്ക് സമ്മതമാണെങ്കിൽ നീ അവളെയും കൂട്ടിപ്പോ, നീ നേരെ കണ്ണൂരിലേക്ക് പൊയ്ക്കോ. എനിക്കിപ്പോഴും അവിടെ ആൾക്കാരുണ്ടടാ, ഞാനൊന്ന് വിളിച്ച് പറഞ്ഞാലേ നിന്നെ സഹായിക്കാൻ അവിടെ ആൾക്കാരുണ്ടാവും. എന്നിട്ട് മുത്തശ്ശി പറയാണ്, നിനക്കും അവൾക്കും ജീവിച്ച് പോകാനേ ഈ തയ്യലൊക്കെ മതിയടാ, നിങ്ങൾക്ക് രണ്ടാൾക്കും തയ്യലറിയാലോ. അതുമാത്രം പോരെങ്കിലേ നിൻ്റെ മുത്തശ്ശൻ എൻ്റെ കയ്യിൽ അണിയിച്ച മോതിരവും കഴുത്തി കെട്ടിയ താലിയും ഈ വീട് പണയത്തിലായിട്ട് പോലും ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ അതും കൊണ്ടുപോയിട്ട് ജീവിക്ക്. നിങ്ങൾക്ക് 2-3 കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴേ സുജാത അടക്കം എല്ലാവരും എല്ലാം മറന്ന് നിങ്ങളെ സ്വീകരിച്ചോളും. ആ കാലത്ത് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതിയെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വിനീതാണെങ്കിൽ പഴയതൊക്കെ ഓർത്ത് നോക്കാൻ കേട്ടോ. സുജാത പറഞ്ഞതും അതുപോലെ ശാരദ പറഞ്ഞതും അതിന് മുമ്പ് ഗംഗയുടെ നിശ്ചയം മുടങ്ങിയതെല്ലാം ഓർത്ത് നോക്കിയിട്ട് വിനീത് ചോദിക്കുകയാണ്, മുത്തശ്ശി ഗംഗയെ ഞാൻ ഇന്നോ ഇന്നലെയോ കണ്ടതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഗംഗയെക്കുറിച്ച് മാത്രം ഓർത്താൽ മതി. പക്ഷേ എനിക്ക് ഈ കുടുംബത്തോടുള്ള ബന്ധം അരവിന്ദൻ അമ്മാവൻ വഴി ഉണ്ടായതാണ്. മരിക്കുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം ഈ കുടുംബത്തെ മുഴുവനും നോക്കിക്കൊള്ളണമെന്ന് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയ ആളാണ്. എനിക്ക് ഗംഗയെ മാത്രം പോരാ മുത്തശ്ശി, ഈ കുടുംബം മുഴുവനും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ വിനീതിൻ്റെ കൈ പിടിച്ചിട്ട് പറയണം, എടാ മോനെ ഇത്രയും നല്ല മനസ്സ് പാടില്ലടാ, ഒരിക്കലും നന്നാവില്ലടാ നീ. അപ്പോൾ വിനീത് പറയാണ്, സാരമില്ല മുത്തശ്ശി, ഒക്കെ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിളമോൾ അവിടെ നിൽപ്പുണ്ടാവും. അങ്ങനെ നിളമോളാണെങ്കിൽ വിനീതനോട് പറയാണ്, വിനീതേട്ടാ മുത്തശ്ശി രാത്രി ഉറങ്ങുമ്പോഴൊക്കെ എന്നോട് പറയാറുണ്ട്, വിനീതേട്ടൻ ഗംഗേച്ചിയെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടാവും. എനിക്ക് ഗംഗേച്ചിനെയും കാണാൻ പറ്റില്ല, വിനീതേട്ടനോടും സംസാരിക്കാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് പൊയ്ക്കോ, പാവം എൻ്റെ ഗംഗേച്ചി ഇഷ്ടമില്ലാത്ത വിവാഹത്തിനാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിളമോളും അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ വിനീതാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ആകെ വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നിവിനാണെങ്കിൽ വിനീതിനോട് ചോദിക്കണേടാ നീ ചെക്കനെ കണ്ടായിരുന്നു? അപ്പോൾ വിനീത് പറയുന്നത്, ഇല്ലടാ ഞാൻ കുറേ നേരമായി നോക്കുന്നു. അപ്പോൾ നിവിനാണെങ്കിൽ വിനീതിനെയും കൂട്ടിയിട്ട് അവിടെ ചെക്കൻ ആരാന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, എടാ എത്ര നോക്കിയിട്ട് ചെക്കനെ കാണാൻ കഴിയുന്നില്ലടോ. അപ്പോൾ വിനീത് പറയുന്നത്, ശരിയാ ഞാനും വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, ചെക്കൻ ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴും സിനൂബ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അവർക്ക് രണ്ടാൾക്ക് സിനൂബാണ് ചെക്കനെന്ന് അറിയത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ഗംഗയെ കാണിക്കണം കേട്ടോ. ഗംഗയാണെങ്കിൽ ഓരോന്ന് ഓർത്തോർത്ത് കരയാണ് കേട്ടോ. ഗംഗയ്ക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ല വിവാഹത്തിന്, ശാരദയെ ഓർത്ത് മാത്രമാണ് ഗംഗ വിവാഹത്തിന് സമ്മതിച്ചത്. അങ്ങനെ സമയം അടുക്കും തോറും ഗംഗയാണെങ്കിൽ കാവേരിയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ശാരദ വരുന്നുണ്ട്. അങ്ങനെ ശാരദയാണെങ്കിൽ ഗംഗ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ സൈലൻ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഗംഗയാണെങ്കിൽ കണ്ണീരൊക്കെ തുടച്ചിട്ട് ശാരദയ്ക്കൊപ്പം പോവുകയാണ്.